അമ്മ എന്ന് പറയുന്നത് അമ്മ അമ്മ എന്ന് വിളിച്ചുകൂടെ? എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിലൊരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് പ്രാന്താണെന്ന് ഞാൻ ചോദിക്കും. അവളെ ഓമി കല്യാണം കഴിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു. അപ്പൊ ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന് അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവനോട് ചോദിക്കും അപ്പൊ ഞാൻ ആരെന്ന്. ഇപ്പൊ ഓമി വേറൊരാളെ പോയി അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആവും. എനിക്ക് എന്നെ മാത്രം വിളിച്ചാൽ മതി. എല്ലാവർക്കും അവരവരുടെ പിള്ളേർ അമ്മ എന്ന് വിളിക്കുന്നതായിരിക്കും ഇഷ്ടം. എല്ലാവരും കൂടെ വന്നിട്ട് അമ്മയെ അമ്മയെന്ന് വിളിക്കാൻ കാവിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അതുപോലെ തന്നെ ഒരുപാട് ഫോളോവേഴ്സും ഒക്കെ ഉള്ള നമ്മുടെ നടൻ കൃഷ്ണകുമാറിൻ്റെ മകളായ ദിയ കൃഷ്ണ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. ആ ഒരു പ്രസ്താവന വളരെ വിവാദമായ ഒരു വാർത്തയായി മാറിയിരുന്നു. അത് അന്ന് മദേഴ്സ് ഡേയുടെ അന്ന് തൻ്റെ ഭർത്താവിൻ്റെ അമ്മയായ മീനമ്മയും ഒക്കെ ആയിട്ട് കാറിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഈ ദിയ കൃഷ്ണ ഒരു പ്രസ്താവന ഇറക്കിയത്. അതായത് അന്ന് പറയുകയാണ്, അന്ന് മദേഴ്സ് ഡേ ആണ്. അപ്പോൾ പറയുവാണ്, എൻ്റെ വീട്ടിലുള്ള ഇരിക്കുന്ന ആ സിന്ധു എന്ന് പറയുന്ന ആ ആൾ ആണ് എൻ്റെ അമ്മ. ആ അമ്മേനെ എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വഴി കാണുന്ന ആളുകളെ ആരെയും അമ്മയെന്ന് വിളിക്കാൻ എന്നെക്കൊണ്ട് പറ്റിയേല എന്നുള്ള ഒരു കാര്യം പറയുകയാണ്. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അമ്മേനെ ആൻറ്റി എന്ന് അങ്ങനെ വിളിക്കാൻ, എൻ്റെ അമ്മേനെ അശ്വിന് ആൻറ്റി എന്നും അതുപോലെ തന്നെ അച്ഛനെ അങ്കിളെന്നുമാണ് വിളിക്കുന്നത്. അത് എനിക്ക് യാതൊരു കുഴപ്പമില്ല. അല്ലാതെ കണ്ണിൽ കാണുന്നവരെ ആരെയും, എനിക്ക് വഴി കാണുന്നവരെ ആരെയും അമ്മയെന്ന് വിളിക്കാൻ എന്നെക്കൊണ്ട് പറ്റുകയില്ല എന്ന് പുള്ളിക്കാരത്തി പറഞ്ഞിരിക്കുകയാണ്. അത് ആ ഒരു പ്രസ്താവന വളരെ വിവാദമായി മാറിയിരിക്കുകയാണ്. ഇവരെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ, ഇവരെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രസ്താവനയോടുകൂടി ആളുകളുടെ വെറുപ്പ് ഈ ദിയ കൃഷ്ണ വാങ്ങിയിരിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം അനിയത്തിയായ ഹൻസിക സബ്സ്ക്രിപ്ഷൻ പരിപാടി തുടങ്ങിയതോടെ ഇവർ ഈ ഒരു ഫാമിലിയെ ഏറി കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു അനിയത്തിയുടെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ്റെ ആ ഒരു ഇത് വളരെ വിവാദമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ദിയ കൃഷ്ണ ഇങ്ങനെ ഒരു പ്രസ്താവനയും കൂടെ ഇറക്കിയേക്കുന്നത്. അപ്പോൾ അനിയത്തീനെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ദിയ കൃഷ്ണ ഈ ഒരു പ്രസ്താവനയായിട്ട് വന്നതെന്നുള്ളൊരു അങ്ങനെ ഒരു സംസാരമുണ്ട്. പക്ഷെ എന്ത് എന്നാലും ഈ ദിയ കൃഷ്ണയുടെ ഈ ഒരു പ്രസ്താവനയോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. തികച്ചും ഒരു അഹങ്കാര ഭാവത്തോടു കൂടി തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. അതും ആ അമ്മ ഇരിക്കുമ്പോഴാണ്, എൻ്റെ ഭർത്താവിൻ്റെ അമ്മ അടുത്തിരിക്കുമ്പോഴാണ് ആ അമ്മയുടെ അപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും. വഴി കാണുന്നവരെയൊന്നും അമ്മയെന്ന് വിളിക്കാൻ എന്നെക്കൊണ്ടാവില്ല എന്ന് പറയുമ്പോൾ അവരെ അത്രയധികം താത്തിക്കെട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ അമ്മ എന്ത് ഇത് ആണെന്നിരുന്നോട്ടെ അങ്ങനെ തുറന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ആ അമ്മയുടെ മനസ്സിലൊരു നീറ്റലുണ്ടായി കാണും. പക്ഷേ ആ അശ്വിന് ആ സമയത്ത് ഒരു അക്ഷരം പോലും മിണ്ടാതിരുന്നത് അവൻ വെറും ഒരു പോങ്ങനായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ യോജിക്കുന്നില്ലായിരിക്കും ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞത്, എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയാണ് പറഞ്ഞത്. ഭാര്യയ്ക്ക് സാമ്പത്തികം അവരെക്കാളും കൂടുതലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ തൻ്റെ വീട്ടുകാരെയൊക്കെ, സ്വന്തം പെറ്റ അമ്മേനെയൊക്കെ ഇങ്ങനെ ഇത്രയും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ഇതുപോലെ താത്തി സംസാരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന മരമണ്ടനായിട്ടുള്ള കിഴങ്ങനായിട്ടുള്ള ഒരു ഭർത്താവായിട്ടാണ് എനിക്ക് ഈ അശ്വിൻ്റെ ആ ഒരു നിലപാടിനെക്കുറിച്ച് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഇങ്ങനെ വന്നിട്ട് ഭാര്യയ്ക്ക് സാമ്പത്തികമുണ്ട്, അല്ലെങ്കിൽ അറിയപ്പെടുന്ന ആളാണ്, ഇൻഫ്ലുവൻസറാണ് എന്നും പറഞ്ഞുകൊണ്ട് എന്തും കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ആണത്തം എന്നുള്ള ആളുകൾക്ക് അത് യോജിച്ച പരിപാടിയല്ല. അപ്പോൾ ഈ ദിയയുടെ ഈ ഒരു പ്രസ്താവനയോട് വളരെ വെറുപ്പാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, അവർ കഴിഞ്ഞ ദിവസം ഭർത്താവും ഭാര്യയും കൂടെ ഒരു റീല് ചെയ്തു, ഈ അശ്വിനും ദിയ കൃഷ്ണയും കൂടെ. അതിന് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഒരുപാടാണ് വന്നിരിക്കുന്നത്. അശ്വിൻ്റെ അമ്മയാണെന്ന് തോന്നും, എന്തൊരു തടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഉള്ളൊരു രീതിയിലുള്ള കമൻറ്റുകൾ ഇവരെക്കുറിച്ച് വന്നു. കാരണം ഈ അങ്ങനെ ആളുകൾ അങ്ങനെ ഇടാൻ കാരണം തന്നെ ഈ അശ്വിൻ്റെ അമ്മേനെ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, ആ ഒരു സംസാരമാണ്. എന്നിട്ട് ഇടയ്ക്ക് നേരത്തെ പക്ഷെ മീനമ്മ ഉണ്ടാക്കിക്കുന്ന ഭക്ഷണം നല്ലതാണ്, മുറുക്ക് നല്ലതാണ്, അവരുടെ അച്ചാറ് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വടിച്ചു നാക്കി തിന്നുന്ന രംഗങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതിന് കുഴപ്പമില്ല. ഇപ്പോൾ അവരെ അമ്മയെന്ന് വിളിക്കാൻ നമുക്കറിയാവുന്നതാണ്, പണ്ട് കാലം തൊട്ടേ അമ്മായിയമ്മ മരുമോളെന്ന് പറഞ്ഞത് പോരെ ആ ഒരു ഇത് നിലനിൽക്കുന്നതാണ്. ഇപ്പം പിന്നെ കുറേയൊക്കെ ഒതുക്കി വെച്ചിരിക്കുകയാണ് ആളുകൾ. നേരത്തെ അയലോക്കംകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്ന വീട്ടിൽ ബഹളം ഉണ്ടായെങ്കിൽ അമ്മായിയമ്മയും മരുമോളും കൂടെ ബഹളം ഉണ്ടാക്കുന്നതാണ്. ഇപ്പം പക്ഷേ കുറേയൊക്കെ ഇച്ചിരിയും കൂടെ അറിവൊക്കെ വന്നുകൊണ്ട് അത് പൊട്ടലും ചീറ്റലും ഒക്കെ വീടിനുള്ളിൽ ആക്കി കുറേയൊക്കെ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. അല്ലാതെ ഉള്ള പുറത്തേക്ക് അറിയാതെ ഉള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പൊട്ടിത്തെറിക്കലാണ് ഇപ്പം കൂടുതലും ഉള്ളത്.
അങ്ങനെ ഒരു ഇത് ആ ഒരു സ്വന്തം അമ്മേനെ പോലെ അമ്മായിയമ്മേനെ മരുമക്കൾക്ക് കാണാൻ പറ്റുകയില്ല, അതുപോലെ തന്നെ അമ്മായിയമ്മയ്ക്ക് സ്വന്തം മകളെ പോലെ മരുമോളെ കാണാൻ പറ്റുകയില്ല എന്നൊക്കെ ഉള്ളത് അതൊക്കെ ഉള്ള സംഭവങ്ങൾ തന്നെയാണ്. ഇതിപ്പം അങ്ങനെ തോന്നാത്തത് കൊണ്ട് തന്നെയാണ് തൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഭർത്താവിൻ്റെ അമ്മേനെ കാണാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് തന്നെയാണ് അമ്മയെന്ന് വിളിക്കാൻ ഈ ദിയയ്ക്ക് തോന്നാത്തതും. അങ്ങനെ ആയിരുന്നെങ്കിൽ അമ്മയെന്ന് തന്നെ വിളിക്കാമായിരുന്നു. അതും അമ്മയാണ് തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛന് ജന്മം നൽകിയ ഒരു സ്ത്രീ. അത് ആ ഒരു സ്ത്രീയോടുള്ളൊരു റെസ്പെക്റ്റ്, അത് ആ ഒരു സ്ത്രീ ഇല്ലായിരുന്നെങ്കിൽ തനിക്ക് ഈ ഒരു ഭർത്താവിനെ കിട്ടുകയില്ലായിരുന്നു. ഇത്രയും ഒരു നല്ല സ്വഭാവ ഗുണമുള്ള അശ്വിനെ സംബന്ധിച്ച് നല്ലൊരു മതിപ്പുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അശ്വിൻ മിണ്ടാതിരിക്കുമ്പം നമുക്ക് അശ്വിനോട് അത്രയധികം യോജിക്കാൻ എന്നെ സംബന്ധിച്ച് ഈ ഒരു ദിയ സംസാരിച്ചപ്പം ഒന്നും മിണ്ടാതെ ഇങ്ങനെ കേട്ട് ഇരിക്കുന്ന ആ ഒരു ഇതിനോട് അശ്വിൻ്റെ ആ ഒരു ക്യാരക്ടറിനോട് ഇഷ്ടപ്പെടുന്നില്ല. എന്നിരുന്നാലും അശ്വിനെന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് ആദ്യമൊക്കെ വലിയ ഒരു ഇഷ്ടമുണ്ടാകും. അന്നേരം അത്രയും നല്ല ഒരാളെ കിട്ടണമെങ്കിൽ ഈ ഒരു ആ അമ്മ പ്രസവിച്ചത് കൊണ്ടാണ് ഈ ഒരു മകൻ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ആ ഒരു റെസ്പെക്റ്റെങ്കിലും കൊടുക്കേണ്ടതായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലെ അവരെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അതും മദേഴ്സ് ഡേയുടെ അന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഹൻസിക എന്ന് പറഞ്ഞ അനിയത്തി കയറിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത്രയധികം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെല്ലാവരും ശരിക്കും ഈ ഹൻസികേനെ ശരിക്കും ഇട്ട് അലക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഹൻസികയുടെ ആ വിവാദത്തിൽ നിന്ന് അതൊന്ന് ഒഴിഞ്ഞു മാറ്റാൻ വേണ്ടിയിട്ട് ദിയ അടുത്തൊരു പ്രസ്താവന ഇറക്കിയപ്പോൾ ഇനിയിപ്പം സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുത്തോളുമല്ലോ എന്ന് കരുതി അനിയത്തിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നതാണോ എന്നും അറിയത്തില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം റെഡ് എഫ്-എമ്മിൽ അഹാനയും ഹൻസികയും കൂടെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അന്നേരം കുറേ കാര്യങ്ങൾ പറഞ്ഞു മെഴുകുന്നുണ്ട് ഹൻസിക. എല്ലാവരും സപ്പോർട്ട് ചെയ്യും, എൻ്റെ വീട്ടുകാർക്കൊന്നും കുഴപ്പമില്ല, ഞങ്ങൾക്ക് പല സൈബർ അറ്റാക്കും വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ഞങ്ങൾ വിഷയമാക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ വന്നിട്ട് ഹൻസിക പറയുന്നുണ്ട്. പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് വ്ളോഗ് ചെയ്യാൻ മെനക്കെട്ട് ഇരിക്കാറില്ല ഹാനയെ പോലെ. അതുകൊണ്ടായിരിക്കാം ഈ ലൈവ് വന്നിട്ട് തുണി ഇങ്ങനെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഇളക്കി മറിച്ചുകൊണ്ടുള്ള വീഡിയോ ചെയ്യുവാണെങ്കിൽ ഒത്തിരി എഡിറ്റിങ്ങും കാര്യമൊന്നും പോകണില്ല. ലൈവ് അങ്ങ് പോയേച്ചാൽ മതിയല്ലോ, ചാടി തുള്ളി മറിഞ്ഞ് കാണിച്ചാൽ മതി എന്നുള്ള മെഴുകലുമായിട്ട് പുള്ളിക്കാരത്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹൻസികയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ദിയ കൃഷ്ണ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുകയാണെങ്കിൽ, മദേഴ്സ് ഡേയിൽ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുകയാണെങ്കിൽ അത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തോളുമല്ലോ എന്ന് കരുതി ഇന്നത്തെ ഹൻസികയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കാണിച്ച ഒരു നമ്പറാണോ എന്നും അറിയത്തില്ല. എന്നിരുന്നാൽ തന്നെ ആ അമ്മേനെ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം അഹങ്കാരം, പുച്ഛം ഇതെല്ലാം കൂടിയായിരുന്നു ആ ദിയയുടെ ആ മുഖഭാവത്തിൽ അങ്ങനെ പറയുന്നത്. ഒരു എന്താ പറയുന്നത്, അന്നേരം ആ കേട്ടുകൊണ്ടിരിക്കുന്ന ആ അമ്മയ്ക്ക് ഒരു അടി കിട്ടിയ ഒരു അവസ്ഥയിലേക്കാണ് പോയത്. കാരണം വഴിയിൽ നിൽക്കുന്ന ആളുകളെ ഒന്നും എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ പറ്റുകയില്ല. എൻ്റെ വീട്ടിൽ സിന്ധു എന്ന് പറഞ്ഞ ഒരാളിരിപ്പുണ്ട്, ആ ആൾ മാത്രമേ എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. എൻ്റെ മകൻ ഓമിയെ ഇനിയിപ്പം വിവാഹം കഴിയുമ്പോൾ ആ ഭാര്യയുടെ അമ്മേനെയും കയറി അമ്മയെന്ന് വിളിക്കുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. ആൻറ്റി, അങ്കള് എന്നൊക്കെയുള്ള രീതിയിൽ വിളിക്കാവുള്ളൂ മറ്റുള്ളവരെ എന്നുള്ള ഒരു അമ്മായിയച്ഛൻ എന്നുള്ള അവരോടുള്ള വിളിയ് ആൻറ്റി, അങ്കിൾ എന്നൊക്കെ മതി. അശ്വിന് എൻ്റെ അപ്പനെയും അമ്മേനെയും അങ്ങനെയാണ് വിളിക്കുന്നത്, എനിക്കതിൽ യാതൊരു കുഴപ്പവും ഇല്ലല്ലോ എന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നത്. ആൻറ്റിയെന്നോ അങ്കിളെന്നോ മാമിയെന്നോ മാമനെന്നോ ചേച്ചിയെന്നോ ചേട്ടോന്നോ എന്താണെന്ന് വെച്ചാൽ വിളിച്ചോട്ട്, തെറി മാത്രം വിളിക്കാതിരുന്നാൽ മതിയായിരുന്നു. എന്തായാലും ഇത്രയധികം തലക്കനം പിടിച്ചുകൊണ്ടുള്ള ഈ ഒരു പ്രസ്താവന ഇറക്കിയത് കൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.